ഒരു പൈനാപ്പിൾ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് ഫ്രഷ് പൈനാപ്പിൾ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ കേക്കാണ്. ഫ്രഷ് പൈനാപ്പിൾ വെച്ചാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാം. പൈനാപ്പിൾ ആദ്യമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. കണ്ണ് ഭാഗമെല്ലാം താഴ്ത്തി ചെത്തിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ ആക്കി എടുക്കുക. അതിനുശേഷം ഇനി ഇതിനകത്തുള്ള തണ്ട് നമുക്ക് റിമൂവ് ചെയ്തെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം. നമ്മളിവിടെ നിന്ന് കേക്ക് തയ്യാറാക്കുന്നത് ഓവനിലല്ല, ഒരു ഓവൻ സെറ്റപ്പിലാണ്. സാധാരണക്കാർക്കും ഈ പൈനാപ്പിൾ കേക്ക് തയ്യാറാക്കാവുന്നതാണ്. പൈനാപ്പിളിൻ്റെ അകത്തുള്ള തണ്ട് നമുക്കിതുപോലെ മാറ്റിയെടുക്കാം. ഒരു കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി എടുക്കാം. പൈനാപ്പിൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അടിച്ചെടുത്ത പൈനാപ്പിൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പഞ്ചസാര എല്ലാം മെൽറ്റായി പൈനാപ്പിൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് അളവിൽ ഉപ്പ്, ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. 3 മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലേക്ക് ഒഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉള്ളവർ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലാത്തവർ വിസ്ക് ഉപയോഗിച്ചും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ മിക്സിയിലാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസും ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. കുറുക്കി വെച്ചിരുന്ന പൈനാപ്പിൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഓവർ ബീറ്റ് ആവേണ്ട ആവശ്യമില്ല. സൺഫ്ലവർ ഓയിൽ ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റെപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ട്രേ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കേക്ക് ട്രേയിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ട്രേയുടെ വശങ്ങളിലെല്ലാം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് കേക്ക് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ബട്ടർ പേപ്പറിൻ്റെ മുകൾ ഭാഗത്തും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് ട്രേയുടെ വശങ്ങളിലും ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതൊന്ന് കറക്കി കൊടുക്കാം.
എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. നമ്മളിവിടെ കേക്ക് തയ്യാറാക്കുന്നത് ഓവനിലല്ല, ഒരു അലുമിനിയം പാത്രത്തിലാണ്. അലുമിനിയം പാത്രം മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അലുമിനിയം പാത്രത്തിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓവൻ സെറ്റപ്പിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. ടൂത്ത് പിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ നീക്കി കൊടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കേക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.